പ്രൈസ് ലോർഡ്. ലോകമെമ്പാടും ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ഈ ജൂൺ മാസം നമ്മുടെ എല്ലാവരെയും ലോകമെമ്പാടുമുള്ള സകല ജനത്തിൻ്റെയും ജീവിതത്തിൽ വളരെ അനുഗ്രഹത്തിൻ്റെയും ദൈവപ്രവൃത്തിയുടെയും ഒരു മാസമാക്കി ദൈവം മാറ്റട്ടെ. കർത്താവിൻ്റെ കൃപ എല്ലാവരോടും കൂടിയിരിക്കട്ടെ. സദൃശ്യവാക്യം 9:10 വാക്യത്തിൽ യഹോവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭവും പരിശുദ്ധനെക്കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവും ആകുന്നു എന്ന് പറയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, പ്രത്യേകിച്ച് സ്കൂൾ തുറക്കുന്ന ഈ മാസത്തിൽ സ്കൂളിലേക്ക് പോകുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഒരുങ്ങിയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം പറയുകയാണ്, യഹോവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. ദൈവത്തെക്കുറിച്ചുള്ള ഭയവും ദൈവത്തിലുള്ള ഭക്തിയും നിങ്ങളുടെ വിദ്യാഭ്യാസ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിനും ഉന്നത വിജയത്തിനും കാരണമാക്കി മാറ്റും. നിങ്ങൾക്ക് എന്ത് വിഷയമാണോ മുന്നോട്ട് കയറാൻ കഴിയാതെ ഭാരപ്പെടുന്നവരുണ്ടോ, അതിലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും. മറ്റൊന്ന്, ബിസിനസ് ചെയ്യുന്നവർ, കുടുംബജീവിതം നയിക്കുന്നവർ, മിനിസ്ട്രിയിലായിരിക്കുന്നവർ, ജോലി ചെയ്യുന്നവർ, എവിടെങ്കിലും ജ്ഞാനം കുറവുള്ളവർ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, യഹോവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. നിങ്ങളുടെ എല്ലാ മേഖലയിലും വിജയം തരുവാൻ കഴിയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള ഭക്തിയാണ്. അടുത്ത പറയുകയാണ്, പരിശുദ്ധനെക്കുറിച്ചുള്ള പരിജ്ഞാനം അത് വിവേകമാകുന്നു. പരിശുദ്ധനെക്കുറിച്ചുള്ള പരിജ്ഞാനം, പരിശുദ്ധൻ ഒരാളേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശുവാണ്. ആ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിലുണ്ടെങ്കിൽ, പരിശുദ്ധ ആത്മാവ് നിങ്ങളിലുണ്ടെങ്കിൽ, നിങ്ങൾ വിവേകമുള്ളവരായിട്ട്, ഏത് കാര്യത്തിലും വിവേകമുള്ളവരായിട്ട് നിങ്ങൾക്ക് ഉന്നത മേഖലയിൽ എത്തുവാൻ കഴിയും. നിങ്ങളുടെ ബിസിനസ്സിലാകട്ടെ, നിങ്ങളുടെ കുടുംബജീവിതത്തിലാകട്ടെ, നിങ്ങളുടെ മിനിസ്ട്രിയിലാകട്ടെ, നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഏത് ദൗത്യമാണെങ്കിലും അത് വിജയകരമാക്കി മാറ്റുവാൻ പരിശുദ്ധനെക്കുറിച്ചുള്ള പരിജ്ഞാനം അത് നിങ്ങൾക്ക് വിവേകമായി ദൈവത്തിൻ്റെ ആത്മാവ് മാറ്റും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ മാസം എല്ലാ മേഖലയിലും ദൈവിക വർധനവ് എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും കർത്താവിൻ്റെ ആത്മാവ് പകരട്ടെ. എങ്ങനെ യേശുവിനെക്കുറിച്ച് പറയണം, എങ്ങനെ യേശുവിനെ മറ്റുള്ളവരുടെ നടുവിൽ പരിചയപ്പെടുത്തണം, എങ്ങനെ വിജയകരമായ ക്രിസ്ത്യ ലൈഫ് മുന്നോട്ട് നയിക്കാൻ കഴിയും, ഇതിനെല്ലാം ഈ ദൈവത്തിൻ്റെ വചനം നമുക്ക് ബുദ്ധി ഉപദേശിച്ച് ആലോചന പറഞ്ഞു തന്ന്, വിവേകം തന്ന്, പരിജ്ഞാനം തന്ന്, വേണ്ട അറിവ് തന്ന് നമ്മളെ മുമ്പോട്ട് നടത്തുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും. അതുകൊണ്ട് ദൈവത്തിൽ, കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്ന ഒരുവനും കുലുങ്ങിപ്പോകുകയില്ല, തളർന്നു പോകാൻ, തലകുനിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഒരുമിച്ച് കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. കർത്താവ് കുടുംബപരമായി, തലമുറകളുമായി എല്ലാവരെയും കർത്താവ് ബ്ലസ് ചെയ്യട്ടെ. നിങ്ങളുടെ ഭൗതിക മേഖലകളെ, മിനിസ്ട്രികളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഈ ജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് സ്കൂളിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെ മേലും ദൈവത്തിൻ്റെ കൃപ പകരണം, പുതിയ അഭിഷേകം പകരണം, വേറിയ ജ്ഞാനവും ദൈവശക്തിയും പകരണം. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും ബ്ലസ് ചെയ്യുന്നു. കുടുംബജീവിതം നയിക്കുന്നവർ, ബിസിനസ് ചെയ്യുന്നവർ, ചെറിയ ജോലി ചെയ്യുന്നവർ, മിനിസ്ട്രി ചെയ്യുന്നവർ, എല്ലാവരെയും ഞാൻ ആത്മാവിൽ ബ്ലസ് ചെയ്യുന്നു. ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജനം മാറട്ടെ. ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ ജനത്തെ യേശുവിൻ്റെ നാമത്തിൽ ഈ പുതിയ മാസത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. എല്ലാവരെയും സർവശക്തൻ